ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ. അപ്പം എനിക്ക് PSCയുടെ ഒരു എക്സാം ഉണ്ട്. അപ്പം ഞാൻ അതിന് പോവുകയാണേ. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി എക്സാമിന് പോവുകയാണ്. ശ്രേയക്കുട്ടിനെ എൻ്റെ വീട്ടിൽ അമ്മയെ ഏൽപ്പിച്ചു. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ബസ്സിൽ കയറി എക്സാമിന് പോവാണ് കേട്ടോ. ആലപ്പുഴ വെച്ചാണ് എക്സാം. ആലപ്പുഴയിൽ നിന്ന് ഒത്തിരി പോകണം കേട്ടോ. ആലപ്പുഴ പാതിരപ്പള്ളി എന്നാണ് പ്രോപ്പർ സ്ഥലം. അപ്പം ചേട്ടന് കളർകോടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ചേട്ടന് പിന്നെ എന്നെ പാതിരപ്പള്ളിയിലോട്ട് കൊണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആലപ്പുഴയിൽ ചെന്നിട്ട് ചേട്ടൻ വന്നു കേട്ടോ. പിന്നെ ചേട്ടൻ വന്നിട്ട് എനിക്ക് വെള്ളമൊക്കെ വാങ്ങിച്ചു തന്നു അവിടുന്ന്. പിന്നെ എന്നെ ബസ് കയറ്റി വിട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ ആലപ്പുഴ വെച്ച് എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിനെ ഞാൻ അവിടെ വെച്ച് കണ്ടേ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കൂടെ +2 പഠിച്ചത് കേട്ടോ. 2012 ശേഷം ഞാൻ പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. അപർണ. പിന്നെ ഞാൻ അതിലേക്കൂടെ ഓടിപ്പോകുന്നത് കണ്ടപ്പോഴേ അപർണയ്ക്ക് മനസ്സിലായി ഞാനാണ്. അവിടെ നിന്ന് എന്നെ കുറേ വിളിച്ചു കേട്ടോ. പക്ഷെ അപ്പം ഞാൻ കേട്ടില്ല. പിന്നെ തിരിച്ചു വന്നപ്പം അപർണയെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ എക്സാം നടക്കുന്ന സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇച്ചിരി നടന്നിട്ടാണ് സ്കൂളിൽ വന്നത്. അപ്പം എനിക്ക് അമ്മ ചോറൊക്കെ പൊതിഞ്ഞൊന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് 12 മണിയായി സ്കൂളിൽ ചെന്നപ്പം. പിന്നെ അവിടെ ചെന്നപ്പം നമ്മുടെ നാട്ടിലുള്ള 2-3 ചേച്ചിമാരെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കൂടെ അവിടെ ഇരുന്ന് ഒന്ന് റിവൈസൊക്കെ ചെയ്ത് പിന്നെ എക്സാം എഴുതിയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നേ. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നെ കണ്ടപ്പം ശ്രേയക്കുട്ടനൊരു പിണക്കമാണെന്ന് തോന്നുന്നു, ഞാൻ പറയാതെ പോയേനൊക്കെ. അപ്പോൾ എൻ്റെ കസിൻസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് വഴക്കില്ലാതിരുന്നോളും കേട്ടോ. അപ്പം ഞാൻ എവിടെയെങ്കിലും എക്സാം ഇങ്ങനെ ദൂരെയുള്ള സമയത്ത് അവരെ വിളിക്കും. ഞാൻ വിളിച്ച ഉടനെ അവർ ഓടി വരികയും ചെയ്യും. ശ്രേയക്കുട്ടനാണെങ്കിൽ അവരെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് അവൾ നല്ല കംഫർട്ടബിളായിട്ട് ഒക്കെ ഇരുന്നു. ഞാൻ രാവിലെ 9 മണിക്ക് പോയിട്ട് പിന്നെ 4:45 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ തിരിച്ചെത്തിയത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛന് ചെറിയ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അത്യാവശ്യം തക്കാളി, വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഓർത്ത് അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പതിയെ പറമ്പിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആണ്ടിട തക്കാളി ഉണ്ടോ, എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കുന്ന എനിക്ക് ഒരു സന്തോഷമല്ലേ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയാണ്. അപ്പം തക്കാളി ഉണ്ട്. ഇത് പച്ചമുളകാണേ. പച്ചമുളകൊക്കെ നല്ല ആയിട്ട് വിളഞ്ഞ് നിൽക്കുകയാണ്. പച്ചമുളകുണ്ട്, കറിവേപ്പിലയാണ്, പിന്നെ ഓമയുടെ തൈയുണ്ട്. ഇതൊക്കെ പച്ചമുളകാണ് കേട്ടോ. പിന്നെ അപ്പുറത്തും തക്കാളി നിൽപ്പുണ്ട് കേട്ടോ. തക്കാളിയുണ്ട്. പിന്നെ അവിടെ ആയിട്ട് വെണ്ട നിൽപ്പുണ്ട്. പിന്നെ അവിടെ ആയിട്ട് പയറുണ്ട് കേട്ടോ. പയറൊക്കെ എല്ലാം ആയി വരുന്നതേ ഉള്ളൂ. പയറിൻ്റെ വള്ളിയുണ്ട്, പിന്നെ ചീര, വെണ്ടയുണ്ട്. പയറിൻ്റെ വള്ളിയാണ്. അച്ഛൻ വൈകുന്നേരം കൃഷിക്കൊക്കെ വെള്ളം കോരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പുറകോട്ടുണ്ട്. ഇതൊക്കെ പയറാണ് കേട്ടോ. പയറിന് പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ അച്ഛനൊരു ചെറിയ കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കോരിയാണ് നമ്മുടെ കൃഷിക്കൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ ഇവിടെ അച്ഛൻ ബാക്കിലോട്ട് കുറച്ച് കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വാഴയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കും കുമ്പളം, മത്തങ്ങ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെണ്ടയ്ക്കയാണ്, വെണ്ടയുടെ തൈ. കപ്പയും വാഴയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശ്രേയക്കുട്ടനുണ്ട് കേട്ടോ എൻ്റെ കൂടെ. ശ്രേയക്കുട്ടന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓടാനും
ഇങ്ങനെ വെള്ളം കോരാനായിട്ട് അച്ചാച്ചനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവൾ മുന്നേ ചാടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കപ്പയും വാഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പയറിന് പന്തലിട്ട് കൊടുത്തേക്കുന്നതാണ്. പിന്നെ അപ്പുറത്തായിട്ടൊരു മാവുണ്ട് കേട്ടോ, നല്ല തണലൊക്കെ ഉള്ളൊരു മാവുണ്ട്. ഇവിടെ മത്തനൊക്കെ ഇട്ടേക്കും കേട്ടോ, മത്തൻ വാഴയൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മാവ്, നല്ല തണലല്ലേ, നല്ല രസമുണ്ട് മാവ്. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പം ഇവിടെ അമ്മ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്